ഹായ്, നമസ്കാരം. എല്ലാവർക്കും നിറക്കുടുക്കയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയൊരു കഥ കേൾക്കണ്ടേ? നമുക്ക് ചുറ്റും നിങ്ങളെപ്പോലെ എത്ര കുട്ടികളുണ്ടെന്നറിയോ നിങ്ങൾക്ക്? പൂച്ചക്കുട്ടി, നായക്കുട്ടി, പശുക്കുട്ടി, ആട്ടിൻകുട്ടി, കിളിക്കുഞ്ഞ്, മീൻകുഞ്ഞ്. ഹോ, നമുക്ക് ചുറ്റും എത്ര കൊച്ചു കുട്ടികളാണ് അല്ലേ? അവയെല്ലാം നിങ്ങളെപ്പോലെ അച്ഛനും അമ്മയും പറയുന്നതനുസരിച്ചല്ലേ വളരുന്നത്. ഇന്നതുപോലുള്ളൊരു പാവം കുഞ്ഞിക്കിളിയുടെ കഥ പറയട്ടെ. ആ കുഞ്ഞിക്കിളിയുടെ പേരെന്താണോ? ചിന്നുക്കിളി. അതാണ് ഇന്നത്തെ കഥയുടെ പേര്, ചിന്നുക്കിളിയുടെ കഥ. നല്ല പേരല്ലേ? ചിന്നുക്കിളിയുടെ വീട് വലിയൊരു മരത്തിൻ്റെ മുകളിലായിരുന്നു. ചിന്നുക്കിളി എന്നും അവൻ്റെ കുഞ്ഞിക്കണ്ണ് മിഴിച്ച് താഴേക്ക് നോക്കി പറയും, ഷോ, എന്തുയരത്തിലാണ് ഞാനിരിക്കുന്നത്! എങ്ങനെ ഞാൻ അച്ഛനെയും അമ്മയെയും മറ്റു പക്ഷികളെയും പോലെ താഴേക്ക് പറന്ന് അവിടെയെല്ലാം പറന്ന് കളിക്കാനാവും? ഓ, കൊതിയാകുന്നു. പക്ഷേ ചിന്നുവിന് ഭയങ്കര പേടി. ഒരു ദിവസം അമ്മ ചിന്നുക്കിളിയോട് ചോദിച്ചു, ചിന്നുക്കുട്ടി, നിനക്ക് പറക്കണ്ടേ? എന്നും കൂട്ടിലിരുന്നാൽ മതിയോ? ചിന്നു ഏറെ സന്തോഷത്തോടെയും എന്നാൽ അല്പം ഭയം കലർത്തി പറഞ്ഞു, അമ്മേ, എനിക്ക് താഴേക്ക് പറക്കാൻ എത്ര കൊതിയാന്നറിയോ. പക്ഷെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയും. ഇത് കേട്ട അമ്മ ചോദിച്ചു, ദാ അങ്ങോട്ട് നോക്കൂ, നിന്നെപ്പോലുള്ള കുഞ്ഞു കിളികളാണതെല്ലാം. എന്ത് രസമായിട്ട് അവ പറക്കുന്നു. തീർച്ചയായും നിനക്കും സാധിക്കും. നിനക്ക് സുഖമായി മുന്നോട്ട് പറക്കാനുള്ള ശക്തി നിന്റെ ചിറകുകളിൽ നിന്ന് ലഭിക്കും. പക്ഷെ ഒന്നു വേണം, നമ്മിൽ തന്നെ നമുക്കുള്ളൊരു വിശ്വാസം. ഇതെല്ലാം കേട്ട് ചിന്നുക്കിളി പറക്കാൻ തീരുമാനിച്ചു. അവൾ പതുക്കെ കുഞ്ഞു ചിറക് വിടർത്തി താഴേക്ക് നോക്കി. അയ്യോ, എനിക്ക് പേടിയാണ്. അവൾ തിരിഞ്ഞ് അമ്മയുടെ ചിറകിൻ കീഴിൽ ഒതുങ്ങി. ഈ കാണുന്ന കിളികളെല്ലാം നിന്നെപ്പോലെ തന്നെയല്ലേ വളർന്നതും പറന്നതും. ചിന്നുമോളെ, നിനക്കുമാവും. ഒന്ന് ശ്രമിച്ചു നോക്കൂ, നിന്റെ ചിറകിനും ശക്തിയുണ്ട്. അമ്മ വീണ്ടും അവളെ പ്രോത്സാഹിപ്പിച്ചു. ശരിയാണ്, എനിക്കും ചിറകുണ്ട്, ഞാനും പറക്കും. എൻ്റെ ചിറകുകൾക്ക് ശക്തിയുണ്ട്, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. കുഞ്ഞു ചിറകുകൾ മെല്ലെ വിടർത്തി അവൾ മുന്നോട്ടാഞ്ഞു. ഹായ്, എനിക്ക് പറക്കാം, ഞാൻ പറന്നേ. ചിന്നിക്കിളിക്ക് സന്തോഷമായി. അവൾ മെല്ലെ മെല്ലെ പറക്കാൻ തുടങ്ങി. ശരിയാണ്, എൻ്റെ വിശ്വാസമാണ് എന്നെ പറക്കാൻ സഹായിച്ചത്. ചിന്നുക്കിളി വിളിച്ചു പറഞ്ഞു. വിശ്വാസം, അതല്ലേ എല്ലാം. അപ്പോൾ ഈ കഥയുടെ ഗുണപാഠം എന്താ കൂട്ടുകാരെ? വിശ്വാസമുണ്ടെങ്കിൽ വിജയം ഉറപ്പ്. അതെ, ഏതൊരു കാര്യവും വിശ്വാസത്തോടെ ചെയ്താലേ വിജയിക്കൂ. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം.